കുറച്ചു കാലം മുമ്പൊക്കെ ആ റാപ്പ് ഭൂമി ചെയ്യുന്ന സമയത്തൊക്കെ ഞാനും ആലോചിച്ചായിരുന്നു ഇപ്പം റാപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ. ഞാനും കുറെ പരീക്ഷയ്ക്കൊക്കെ ചെയ്യണം. ഇപ്പം എന്തായാലും ഈ വേർഡ് ബിൽഡറൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വേർഡ് ഇങ്ങനെ ആപ്പിൽ ജനറേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് കൂടി ഇരുന്നിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം ടു ജസ്റ്റ് ഗെറ്റ് ദാറ്റ് തിങ് ഓഫ് എങ്ങനെയാണ് കം അപ്പ് വിത്ത് ആ ഓൺ സ്പോട്ടിൽ ഉണ്ടാകും. ഇപ്പം നമുക്ക് അതുപോലെ മെലഡി ഉണ്ടാകാം, പക്ഷെ ലിറിക് അതുപോലെ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ കുറച്ച് ടൈം എടുത്ത് അങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണല്ലോ. പിന്നെ വി കൊളാബറേറ്റ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം റാപ്പിൻ്റെ അതിൻ്റെ ഒരു ഇത് പറയുമ്പോൾ റിതം ആൻഡ് പോയട്രി എന്നാണ് അതിൻ്റെ ഒരു സാധനം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് റിതം ആറ്റിറ്റ്യൂഡ് പോയട്രി എന്നാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് നമുക്ക് അത്ര ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ റാപ്പ് ഇപ്പം നോക്കട്ടെ. ഇപ്പം പഴയ അത്ര ഹൈപ്പില്ല. ഒരു 2-3 കൊല്ലം മുമ്പ് ഞാനും ഏതോ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റാപ്പ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഇപ്പം ഓക്കെ നമ്മളിപ്പം പുതിയൊരു അപ്പോൾ സൈക്ലിക് പ്രാഞ്ചി എന്ന് പറയുമ്പോൾ കുരുമുളക് കഴിഞ്ഞ് അടുത്തിറങ്ങാനുള്ള പാട്ട് അതാണ്. അത് കുറച്ചും കൂടി ഒരു ആക്റ്റാണ്, മോർ ദാൻ എ സോങ്, ഇറ്റ്സ് മോർ ഓഫ് എ തിയേട്രിക്സ്. അപ്പോൾ അതിൽ കുറച്ചൊരു ആ ഒരു ആളും തരവും നോക്കി നല്ല വല വിരിച്ചിടും അങ്ങനെയൊക്കെ ഒരു വേറൊരു സ്റ്റൈലിൽ റാപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു കൈൻഡ് ഓഫ് എ സ്പോക്കൺ രീതിയിൽ ഒരു സാധനമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി അത് ലൈവിൽ നല്ല പോസിറ്റീവ് റെസ്പോൺസാണ്. നമ്മൾ ഫ്രം ദ വെരി ഫസ്റ്റ് ഷോ വി പ്ലേഡ്. ഇപ്പോൾ പാട്ട് നമ്മൾ 2 വർഷത്തിന് മേലെ ആയി, കൊറോണ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പാട്ട് അടിക്കാൻ തുടങ്ങിയത്. അടിക്കുന്നതോടെ മുതൽ എല്ലാ ഷോയിലും അത് ഫസ്റ്റ് ടൈം അടിക്കുമ്പോൾ തന്നെ അത് ആൾക്കാർക്ക് കണക്ട് ആവുന്നുണ്ട്. You start off all your songs in shows അല്ലേ? ആദ്യം ഷോസിലാണ് ലോഞ്ച് ചെയ്യാറ്? എല്ലാം ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പം ലൂപ്പ് എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങി, പിന്നെ റെയിൻ സോങ് എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങി, മാസ്ക് എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങി. ഇത് മൂന്നും ആക്ച്വലി നമ്മൾ ലൈവില് പെർഫോം ചെയ്യുന്നില്ല, ബട്ട് വി പ്ലേ ബിഫോർ വി സ്റ്റാർട്ട് അവർ ഷോ. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ക്യാൻ ഗെറ്റ് യൂസ് ടു അവർ സോങ് ആൻഡ് ദെൻ നമ്മുടെ ഷോ വരുന്ന പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ 3 പാട്ടുകൾ അങ്ങനെ ചെയ്തു. ഇപ്പം സൈക്കിളിൽ പ്രാഞ്ചി നമ്മൾ ലൈവ് അങ്ങനെ ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ എൻ്റെ പഴയ ബാൻഡ് ലൈനപ്പിൻ്റെ കൂടെ ആയിരുന്നുണ്ട്. അപ്പം ആ പാട്ട് നമ്മൾ കമ്പോസ് ചെയ്തപ്പോഴേ നമ്മൾ ജാം റൂമിൽ നിന്നാണ് ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. ഇപ്പം ചില പാട്ടുകൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഇരുന്ന് കമ്പോസ് ചെയ്യും, എന്നിട്ട് അതിനെ നമ്മൾ ലൈവിലേക്ക് മാറ്റും. ഇത് ലൈവിൽ തന്നെ കമ്പോസ് ചെയ്തുകൊണ്ട് ഇറ്റ് വാസ് നൈസ്. ലൈക്ക് നമ്മൾ ഓരോ ഷോ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ട്വീക്കിങ് ചെയ്യുന്നു. ഇപ്പം ലൈനപ്പ് തന്നെ കംപ്ലീറ്റ്ലി മാറി. അപ്പം അത് വേറെ രീതിയിൽ നമ്മൾ അത് പിന്നെയും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഇപ്പം ആ പാട്ട് സൈക്ലിക് ബ്രാഞ്ച് നമ്മൾ ലൈവിലാണ് അടിച്ച് നമ്മൾ പ്ലേ ചെയ്ത് തന്നെ ട്വീക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഏകദേശം അത് ട്വീക്ക് ചെയ്ത് നമുക്കൊരു ഐഡിയ കിട്ടിയത് ഏകദേശം നമ്മളത് ഓക്കെ ആയി എന്നുള്ള രീതിയിലാണ്. യുവർ എക്സ്പോഷർ ടു മ്യൂസിക് ഇപ്പോൾ നമുക്ക് വേൾഡ് ഹാസ് ബിക്കം വെരി സ്മോൾ നൗ. You get to listen to lot of artists and lot of new things and old things. So your exposure to music എങ്ങനെ എത്ര മാത്രം ആക്ച്വലി താങ്കളുടെ വർക്കിലേക്ക് എടുക്കുന്നുണ്ട്? ഡെഫിനറ്റ്ലി മാൻ. ലൈക്ക് ഭയങ്കര ഇപ്പോഴത്തെ പുതിയ പല ആർട്ടിസ്റ്റുകളും അവരുടെ പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നതൊക്കെ വെച്ചിട്ടേ. അപ്പം നമുക്കും ഇപ്പം നമ്മുടെ ഈ പ്രാഞ്ചിയിലാണെങ്കിലും നമ്മൾ ഒരു പറയുന്ന പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അത് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. അത് ലൈവിൽ പ്ലേ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയപ്പം നമ്മൾ കഴിഞ്ഞപ്പം ഒരാഴ്ച മുമ്പായിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഡെവലപ്പായി വരുന്നുണ്ട്.